ഇന്ത്യയിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉറപ്പായിട്ടും റോക്കറ്റ് സയൻസും ഉപഗ്രഹം ചന്ദ്രനിൽ പോകുന്നു, അതിൻ്റെ നോർത്തിൽ പോകുന്നു, മറ്റുള്ള സംഭവങ്ങൾ ടെക്നോളജിയിൽ വളരെ ഹബ്ബാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ടെക്കീസ് ഉള്ളത് ഇന്ത്യയിലാണ്. പക്ഷേ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് പഠിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. സത്യമേത് എത്രയോ വർഷം കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കോടികളാണ് നമ്മൾ ചെലവിടുന്നത്. ഇപ്പം നമുക്കറിയാവുന്ന വസ്തുതയാണ് വാരണാസി ഗംഗാ റിവറിൻ്റെ അതെങ്ങനെയാണ് അത് ട്രാൻസ്ഫോം ചെയ്ത് പ്രോപ്പർ ഒരു നദിയായിട്ട് അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ഏറ്റെടുത്തത്. കഴിഞ്ഞ 40 വർഷം കൊണ്ട് പല ഗവൺമെൻറ്റും വന്നിട്ട് അതൊന്നും നടത്താൻ പറ്റിയില്ല. പക്ഷെ അവസാനം മോദി തന്നെ മുൻകൈ എടുത്തിട്ട് ഇസ്രായേലിൻ്റെയും ജർമ്മനിയുടെയും ടെക്നോളജി വെച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് അത് പൂർണ്ണമായിട്ടും അത് നമുക്ക് ഗംഗയെ പോയി കാണാൻ സാധിക്കും. അതായത് വാരണാസി ആ ഭാഗത്ത്. കാരണം അത്രമാത്രം ഏകദേശം 1,40,000 പേരാണ് ഈ ഗംഗയുടെ ഭാഗത്ത് താമസിക്കുന്നത്. ഇവരുടെ എല്ലാം ഹ്യൂമൻ വേസ്റ്റും ഈ അവർ അപ്പി ഇടുന്ന ടോയ്ലറ്റ് എല്ലാം ഇതിനകത്താണ് ഇടുന്നത്. പിന്നെ പകുതി മരിച്ച ശരീരങ്ങൾ അതിൻ്റെ അപ്പോൾ കത്തിക്കുന്ന പരിപാടി അതെടുത്ത് വെള്ളത്തിലിടുക. കാരണം ഈ ഹൊറിബിളാണ്. ഞാൻ ഇത് കണ്ടിട്ടുണ്ട് ഈ സംഭവം. അപ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് വർഷങ്ങളായിട്ട് ഗവൺമെൻറ് ചിന്തിക്കുക. ഗംഗ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു വലിയൊരു മഹാ ടാസ്ക്കായിട്ട് പല മന്ത്രിസഭകളും കേന്ദ്രം ഭരിച്ചപ്പോൾ ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിട്ടുണ്ട്. കാരണം വാട്ടർ റിസോഴ്സ് മിനിസ്റ്ററിന് മാത്രമല്ല ഇതിനൊരു ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു സംഭവം മാറ്റിയെടുത്തേ മതിയാവത്തുള്ളൂ. അത് BJPക്ക് വാജ്പേയിയുടെ കാലത്തും ശ്രമിച്ചു, നരസിംഹറാവു ഇരുന്ന സമയത്ത് അതിനു മുമ്പ് ശ്രമിച്ചു, അതേപോലെ മൻമോഹൻ സിംഗ് ഇരുന്ന സമയത്ത് ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. പക്ഷേ ഇച്ഛാശക്തിയുള്ള പൊളിറ്റീഷ്യൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഗംഗയുടെ മാസ്റ്റർ പ്ലാൻ സക്സസ്ഫുൾ ആയിട്ട് സംഭവം മാറി. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഗംഗ എത്ര മനോഹരമായിട്ട് ഡേർട്ട് ഇല്ലാതെ ഒഴുകുന്ന നദിയായിട്ട് അതിൻ്റെ അടുത്ത് താമസിക്കുന്നവരെ മുഴുവനും പഠിപ്പിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിച്ച് അവർക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തു. നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ പല സിറ്റികളിൽ നിന്നും കേരളത്തിലെ പല ആൾക്കാരും പഞ്ചായത്താണെങ്കിലും ഇവിടുത്തെ പഞ്ചായത്തിൽ ഇരിക്കുന്ന പല ഉന്നത ഉദ്യോഗസ്ഥന്മാരും വിദേശ രാജ്യങ്ങളിൽ പോയിട്ടാണ് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി പഠിക്കുന്നത്. കേരളത്തിൽ ഇഷ്യൂ ആണ്. നിങ്ങൾക്കറിയാം കൊച്ചിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ വേസ്റ്റ് കത്താൻ തുടങ്ങിയിട്ട് എത്രയോ പുക വന്നിട്ട് അത് നിർത്താൻ പറ്റുന്നില്ല. ഇതിനൊക്കെ കാരണമുണ്ട്. ബേസിക്കലി നമ്മൾ അത്രമാത്രം പുരോഗമിച്ചു, കേരളം വലിയ പ്രബുദ്ധരാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ ഈ ആലുവയിൽ ഏകദേശം 2 വർഷം താമസിച്ചപ്പോൾ മനസ്സിലായത്, ആലുവ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട സിറ്റിയാണ് കൊച്ചി, എറണാകുളത്തിൻ്റെ. ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്ത കേരളത്തിലെ പല നഗരങ്ങളുണ്ട്. അതിലൊരു നഗരമായിരുന്നു ആലുവ. കാരണം ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ ആൾക്കാരിങ്ങനെ എറിയുക, ആരും നോക്കാനില്ല. അവിടെ ഇവിടെ കൊണ്ട് പഞ്ചായത്തും മുനിസിപ്പാലിറ്റി ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ആരാ ഇത് മൈൻഡ് ചെയ്യാൻ പോകുന്നത്? അവിടെ മുഴുവനങ്ങ് കൂടുക. കാരണം ഇത്രമാത്രം പഠിച്ച മലയാളികൾ ടോയ്ലറ്റും എല്ലാം അറിയാവുന്നവർ പോലും ഇതേപോലെയുള്ള സംഭവങ്ങൾ വലിച്ചെറിയുന്നതിന് പ്ലാസ്റ്റിക്കും ഈ സംഭവങ്ങളുടെ അകത്ത് ഒരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല. കാരണം ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിലാണ്. പക്ഷേ ഗോവ അതിനെപ്പറ്റി സെൻട്രൽ ഫോർ സയൻറ്റിഫിക് സ്റ്റഡീസും നീതി ആയോഗിൻ്റെ ഒക്കെ റിപ്പോർട്ട് വന്നു. അത്ഭുതപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് ഈ സംഭവം. അതിനെപ്പറ്റി ഒരു ഗ്ലോബൽ മാഗസിൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി എങ്ങനെയാണ് ഇന്ത്യയിലെ ഫിൽത്തി സിറ്റികൾ, ഗോവയാണ് ഒരു തെളിവ്, എങ്ങനെ അത് മാറ്റിയെടുക്കുക. അതായത് നിങ്ങൾ വിദേശത്ത് ജർമ്മനിയിലോ ഇംഗ്ലണ്ടിലോ UK ഒന്നും പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗോവ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് പൂർണ്ണമായിട്ടും എങ്ങനെയാണത് മാറ്റിയെടുത്തത്. അതിന് ഉറപ്പായിട്ടും ഒരു വലിയ പൊളിറ്റിക്കൽ വില്ല് തന്നെയായിരുന്നു അവിടുത്തെ ഭരിച്ചിരുന്നവരെ കാണിച്ചത്. 2005 അവിടെ ഒരു പ്രളയമുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഗോവയിൽ കുറച്ചാൾ താമസിച്ചിട്ടുണ്ട്, കുറച്ച് റബ്ബറും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ 2005 അവിടെ പ്രളയമുണ്ടാകുന്ന സമയത്ത്, അതായത് അവിടെ ഇങ്ങനെ ഈ ഇങ്ങനെ റബ്ബിഷ് ഇടുന്ന സാധനം അങ്ങ് നിറഞ്ഞ് കുമിയുക. അവസാനം അത് പുറത്തോട്ടിടുന്ന ആൾക്കാർ എറിയുന്നു. ഇവിടെ മഴ വന്ന സമയത്ത് ഈ വേസ്റ്റ് എല്ലാം അവിടെ താമസിക്കുന്ന ആളുകളുടെ വീട്ടിലോട്ടങ്ങ് ഒഴുകി. അത് പ്രശ്നമായി. അവിടെ ആൾക്കാർ അജിറ്റേറ്റ് ചെയ്തു, പ്രശ്നമായി. അവസാനം ഗവൺമെൻറ് ഒരു പ്ലാൻ ചെയ്തു, ഒരു മാസീവായിട്ടുള്ള പ്ലാന്. ഇപ്പോൾ ഗോവയിലുള്ള NIT, അപ്പോൾ അവരും അത് സയൻറ്റിഫിക് റിസർച്ച് നടത്തി R&D വെച്ച് എന്ത് ചെയ്യാൻ സാധിക്കും. അവിടുത്തെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തി എങ്ങനെയാണ് ഗോവ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് അവിടുത്തെ ബീച്ചുകൾ ക്ലീൻ ആക്കി എടുക്കാൻ സാധിക്കുന്നത്. ഒരു മാസീവായിട്ട് സ്റ്റഡി നടത്തി
അപ്പോൾ അവർ വേസ്റ്റ് മാനേജ്മെൻറ്റിനകത്തൊരു പ്രത്യേക രീതി ഗോവ അഡാപ്റ്റ് ചെയ്തു. മനസ്സിലാക്കുക, ഗോവയുടെയും കേരളത്തിൻ്റെയും അതായത് ജിയോഗ്രഫിയും പ്രകൃതിയും ആണെങ്കിലും ഈ മഴയാണെങ്കിലും ക്ലൈമറ്റ് ആണെങ്കിലും ഏകദേശം ഒരേപോലെയാണ്. എൻ്റെ വളവും തിരിവും മഴയും ഒക്കെ പെട്ടെന്ന് വരികയും പോവുകയൊക്കെ ചെയ്യുന്ന രീതി തന്നെയാണ്. അവിടെ കടലും കായലും ഒക്കെയുള്ള സ്ഥലമാണ്. കേരളം പോലെ തന്നെയാണ് നമുക്ക് ഗോവ കാണുമ്പോൾ തോന്നുവാൻ സാധിക്കുന്നത്. ഒരു പോർച്ചുഗീസ് കൾച്ചറുണ്ട്, ഇഷ്ടം പോലെ ചർച്ചകളുണ്ട്, എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നു. കേരളം കഴിക്കുന്ന പോലെ മത്സ്യാഹാരം കഴിക്കുന്ന, അതായത് നോൺ വെജ് കഴിക്കുന്ന ഒരു കൂട്ടർ തന്നെയാണ് ഗോവയിലുള്ള ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും എല്ലാവരും. അപ്പോൾ അവരെന്താ ചെയ്തത്? അതായത് ഈ വെറ്റായിട്ടുള്ള വേസ്റ്റുകൾ, റബ്ബിഷ് ഒരു ഭാഗത്തും, അതായത് വീടുകളിൽ പോയി കളക്ട് ചെയ്യാൻ തുടങ്ങി, മറ്റൊരു ഭാഗത്തും. എന്നിട്ട് ഇത് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഇതിനെ ബയോഗ്യാസ് ആക്കുന്ന പരിപാടി, റീസൈക്കിൾ ചെയ്യുന്ന പരിപാടി സക്സസ്ഫുൾ ആയിട്ട് അങ്ങ് ചെയ്തു. 2005 ശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം സക്സസ് ആയില്ല. വീണ്ടും 2017 പ്രധാനമന്ത്രിയുടെ, അതായത് നരേന്ദ്രമോദി എടുത്ത സ്വച്ഛ് ഭാരത്, അവിടെയാണ് ഇതിൻ്റെ സക്സസ് സ്റ്റോറി എന്ന് പറയുന്ന സംഭവത്തിലോട്ട് ഈ കാര്യങ്ങൾ ഓരോന്നായിട്ട് പോകുന്നത്. 2021 കണക്കനുസരിച്ച് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ടോട്ടൽ സിറ്റികളുടെ വേസ്റ്റ് എന്ന് പറയുന്നത് 21 മില്യനാണ് ടൺ. 21 മില്യൺ ടൺ. കാരണം ഇന്ത്യയുടെ എക്കോണമി മാറിക്കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഫുഡ് മെറ്റീരിയൽ പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് സംഭവം, ഇപ്പോൾ ഇതിനെല്ലാം ആൾക്കാർ എടുത്തെറിയുകയാണ്. കാരണം റീസൈക്കിൾ ചെയ്യാനും പാടാം. പല ഗവൺമെൻറ് പല സംഭവങ്ങൾ കൊണ്ടുവന്നാൽ തന്നെയും ഇപ്പം ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം അവിടെയുള്ള ജനങ്ങൾ സഹകരിച്ചില്ല, അവരെ എഡ്യൂക്കേറ്റ് ചെയ്തില്ല എങ്കിൽ അവർ ഈ സംഭവം തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് വലിയൊരു പ്ലാനിങ്ങിൽ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇത് എങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും, ഈ ബയോഗ്യാസ് ഉണ്ടാക്കിയിട്ട് എവിടെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. കാരണം വലിയ ചിലവില്ലാതെ കാര്യങ്ങൾ പോകണം, പക്ഷേ സിറ്റി ക്ലീൻ ആയിരിക്കണം. അതായത് ഗവൺമെൻറ് ഇച്ഛാശക്തിയോടുകൂടി സംഭവം എടുത്തു. സംഭവം വളരെ സക്സസ്ഫുള്ളായിട്ട് ഇന്ത്യയിലെ ഏറ്റവും നീറ്റായിട്ടുള്ള പ്രധാനപ്പെട്ട സിറ്റികളിലൊന്നായിട്ട് ഗോവയും പഞ്ചിമും മാറി. അതിൻ്റെ അടുത്ത ബീച്ചുകൾ തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീനായി. കാരണം ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഗോവയിൽ പല ഭാഗത്തും ആൾക്കാർ താമസിക്കുന്ന കോളനിയിലൊക്കെ ഇങ്ങനെ ബിന്നിങ്ങനെ നിറഞ്ഞിരിക്കുക. അതാരും അറ്റൻഡ് ചെയ്യാൻ പോലുമില്ല. എപ്പോഴും വരുന്നത് എടുത്തുകൊണ്ട് പോകുന്നു. അതിനെല്ലാം പൂർണ്ണമായിട്ടും മാറ്റി സ്ട്രിക്റ്റായിട്ട് ലോ കൊണ്ടുവന്നു. ആൾക്കാർ ഈ സാധനം എറിയുകയാണെങ്കിലും അവർക്കെതിരെ ഗവൺമെൻറ് നടപടിയെടുക്കാൻ തുടങ്ങി, അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അതായത് ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയും പൊളിറ്റിക്കൽ വില്ലും ഉണ്ടെങ്കിൽ ഗോവയാണ് നമുക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ തെളിവ്. കേരളത്തിലെ പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികൾക്കും ഇന്നും എങ്ങനെയാണ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് അറിയത്തില്ല. കാരണം കേരളത്തിലെ പോപ്പുലേഷൻ വളരെ ഡെൻസിറ്റി കൂടുതലാണ്. കാരണം നമ്മുടെ പോപ്പുലേഷൻ്റെ അകത്ത് 13%, 14% അവിടെ ലേബറായിട്ട് വന്നിരിക്കുന്ന അതിഥി തൊഴിലാളി എന്നൊക്കെ പേര് പറയുന്ന അവരുമുണ്ട്. കാരണം അവർക്ക് ഈ കൾച്ചർ അറിയത്തില്ല. അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന മലയാളികൾക്ക് നമ്മൾ വലിയ അവർക്ക് ഒരു നല്ല പോലെ അറിയാം വേസ്റ്റ് എന്താണ്, അത് എവിടെ ഇടണം, എവിടെ. പക്ഷേ പിന്നീട് വരുമ്പോൾ നമ്മൾ കാണുന്ന ഈ മലയാളികൾ തന്നെ ഏറ്റവും, അതായത് ദുബായിലും മറ്റുള്ള സിറ്റി അവിടെ പോകുന്ന മലയാളി നിരിച്ച് കേരളത്തിൽ വരുമ്പം ഇതേ വേസ്റ്റുകൾ അവന് തോന്നിയെടുത്തെറിയാൻ തുടങ്ങി. വളരെ സത്യം. കാരണം ഇപ്പം 10, 70, 80 ലക്ഷം രൂപയുടെ മെർസിഡസ് ബെൻസിലും BMW യാത്ര ചെയ്യുന്ന ആൾക്കാർ പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് റോഡിലോട്ട് എറിയുന്നത്. റോഡിൽ ആരുടെ തലയിലായി പോയി വീഴുന്നത്. പക്ഷെ അവൻ ദുബായിലാണെങ്കിലും മറ്റുള്ള രാജ്യത്ത് ചെയ്യത്തില്ല. എന്തുകൊണ്ടത് ചെയ്യുന്നത്? അവനറിയാം അവനൊരു പുല്ലും ചെയ്യാൻ അവന് ഇഷ്ടമുള്ള പോലെ അവന് ചെയ്യാൻ പറ്റും. കാരണം അവന് അക്കൗണ്ടബിലിറ്റി ഇല്ല, മര്യാദയില്ല. ആ മര്യാദ രണ്ടും ഗോവയിലുള്ള സർക്കാർ ഒരു ഫോറം വെച്ചിട്ട് അവിടെയുള്ള ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിച്ചു. എങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് ജനങ്ങൾ സഹകരിച്ച് ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല റിപ്പോർട്ടുകൾ വരുന്നതിൻ്റെ അകത്ത് ഗോവയിലുണ്ടായിരുന്ന പനിയുണ്ട്. അതായത് പെട്ടെന്ന് ഈ കാലാവസ്ഥയും ഒക്കെ കൊണ്ട് പല പനികൾ, കാരണം ഉണ്ടാവുമല്ലോ ഈ വെതറിൻ്റെ ചേഞ്ച്, അത് ഏകദേശം 60% മാറുവാൻ, അതായത് ജനങ്ങളുടെ ആരോഗ്യം അത് മാറുവാൻ ഇതുകൊണ്ട് സഹായിച്ചു. കാരണം ഇതേപോലെ വേസ്റ്റ് ചെയ്യുന്നതാണ് അധികം ഈ പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്. അത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ പണ്ട് സ്വച്ഛ് ഭാരത് വന്ന് ടോയ്ലറ്റ് ഓപ്പൺ ഡിഫെക്കേഷൻ്റെ സമയത്ത് ആൾക്കാരും പറയുമായിരുന്നു ഇതിൻ്റെ ആവശ്യമുണ്ടോ. അപ്പോൾ ആ സമയത്തും നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊരു ചെറിയ മനുഷ്യനാണ്. ഒരു ചെറിയ മനുഷ്യൻ ചിന്തിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ എത്രമാത്രമാണ് ഇന്ത്യയിലെ ക്ലീൻനെസ് ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ സംഭവം. ആ സമയത്ത് ഞാനും വിശ്വസിച്ചില്ല ഇത് നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നും എനിക്കറിയത്തില്ലായിരുന്നു.
പക്ഷെ പിന്നീട് മനസ്സിലായി ഏകദേശം 15ഓളം ടോയ്ലറ്റുകൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഉണ്ടായിക്കൊടുത്ത ആൾക്കാരെ ആ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ഗവൺമെൻറ് നടത്തിയ പ്രോജക്റ്റ് ഏകദേശം വലിയ സക്സസ് ആയിരുന്നു. ഏകദേശം 3.4 ബില്യനാണ് ഇന്ത്യ ഗവൺമെൻറ് ഇതിനു വേണ്ടി ഇന്ത്യ മുഴുവനും അവർ സ്പെൻഡ് ചെയ്യുക. അതിൻ്റെ ഓരോ സംഭവങ്ങളാണ്. ഇപ്പോൾ ബോംബെ എന്ന് പറയുന്ന സിറ്റിക്ക് അത് വലിയ പ്രശ്നമാണ്. കേരളം പോലെ പല സിറ്റികളിലും വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതായത് റബ്ബിഷ് എങ്ങനെ അത് റീസൈക്കിൾ ചെയ്യണം, എങ്ങനെ അത് ഡംപായിട്ട് ഇത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇപ്പം അത് കത്തിക്കാൻ തന്നെ എന്തെങ്കിലും കെമിക്കൽ ഇട്ടിട്ടേ കത്തിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊല്യൂഷൻ ഇതിനേക്കാളും ഭീകരമാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ ആവശ്യം മനസ്സിലാക്കേണ്ടത്, ഇതെങ്ങനെയാണ് തരണത്. അതായത് ഇതിനകത്ത് കറപ്ഷൻ ഇല്ലാതെ പോവുകയാണെങ്കിൽ മാത്രമേ ശരിയാവത്തുള്ളൂ. അല്ലാതെ വൈക്കം വിശ്വൻ്റെ മരുമകന് വേണ്ടി എറണാകുളത്ത് ഈ പറയുന്ന സംഭവം കൊടുക്കുകയും അതായത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാവുന്ന BPCL ഗവൺമെൻറ് കമ്പനി പറയുമ്പോൾ അതിനെ മാറ്റി അവർക്ക് ഫേവർ ചെയ്ത് പണം അടിച്ച് മേടിക്കുന്ന പൊളിറ്റീഷ്യനെ കൊണ്ട് ഈ വില്ലുണ്ടാവത്തില്ല. അതാണ് ഗോവ തരുന്ന ഏറ്റവും വലിയൊരു പാഠം.